നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ചെറുപയർ പരിപ്പ് 1/2 കിലോ പരിപ്പിൻ്റെ അകത്ത് പകുതി പരിപ്പാണ്, 1/2 കിലോ ഇല്ല അതിൻ്റെ പകുതി 200 പരിപ്പാണെന്നുള്ളത്. ഇത് 1/2 കിലോ വെല്ലം, പിന്നെ ഇത് ഒരു വലിയ തേങ്ങയാണ്, ഒരു തേങ്ങേൻ്റെ ചിരവ് വെച്ചത്. ഇത് മുന്തിരി അണ്ടിപ്പരിപ്പ് കേട്ടോ, അണ്ടിപ്പരിപ്പ്. ഇത് ഏലക്കായി, ഇതിനകത്ത് കുറച്ച് ഏലക്കായി. ഇത് പശു നെയ്യ്. ഇതെല്ലാം നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ചുക്കും വേണം, ചുക്കുപൊടിയുണ്ട്. അതെല്ലാം കൂടി ചുക്കുപൊടിയും ഏലക്കായും എല്ലാം കൂടി എല്ലാം കൂടി പൊടിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങൾ കാണിക്കാതെ ശരി. ഇതെങ്ങനെയാണ് ഈ പരിപ്പ് വറുത്തത് വെച്ചാൽ പരിപ്പിൻ്റെ ഒക്കെ വറുത്ത കളർ കണ്ടോ. ഇത് 2 തരത്തിലാണ് വറുത്തത്. പകുതി എടുത്തിട്ട് പകുതി ലേശം നോക്കിയിട്ട് പകുതി ഭാഗത്തിനാണ് വറുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മൂത്തതും വേണം മൂക്കാതും വേണം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് എടുത്തിട്ട് കഴുകി ഇത് അടുപ്പത്ത് വെച്ച് ഇനിയിപ്പം അത് വെന്തില്ല, വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്ത് വെച്ചത്. കണ്ടോ, ഇതേപോലെ വെന്തില്ല. ഇനി തേങ്ങാപ്പാൽ പിഴിയണം. കണ്ടോ, വെന്ത് വരുന്നുണ്ട്. അത് 2 തരത്തിലുള്ള വേവായതുകൊണ്ട് 2 തരത്തിലും ഒന്ന് അടിയിൽ വേഗം വേവും, മറ്റേ ചള്ള് വേഗം പോവും, മൂത്തത് കുറച്ച് വേവില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പം പായസം വെച്ചിട്ടാകുമ്പം നമ്മൾക്ക് കുടിക്കുമ്പോൾ കടിക്കണം. വെറും വെള്ളമായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കണ്ടോ, ഇത് വെന്ത് വരുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് വെന്ത് വരുന്നുണ്ട്. കണ്ടോ, ഇത് വെന്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, വെന്തില്ല, വെന്ത് വരുന്നുണ്ട്. വെന്ത് പോയി. ഇനിയിപ്പോൾ അതിൽ വെല്ലം ഇടണം. ഇനിയിപ്പോൾ ഇതിന് വെല്ലം ഇട്ടിട്ട് തേങ്ങാപ്പാൽ വരണം. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പം തേങ്ങേൻ്റെ പാല് തമ്പാൽ ആദ്യം പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷം ഇത് പയർ ഞാൻ അതിന് വേറെ എടുത്ത് വെച്ചതാണ്. ഇത് ഒന്നിച്ച് വറുത്ത് വെച്ചതാണ്. 1/2 കിലോ കൊണ്ടുവന്നതിൽ എല്ലാം പകുതി എടുത്തിട്ട് ഇട്ട്, പകുതി ഇല്ല 200 എടുത്തിട്ട്. അതാണ് ഇത്. അതിന് വേണ്ടുന്ന വെല്ല 200 വെല്ലെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടുമ്പോൾ ഇട്ടോളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, മധുരം നല്ലോണം വേണമെന്നവരാണ് 1 കിലോ വെല്ലത്തിന് 1 കിലോ പയറിന് 1.5 കിലോ വെല്ലം വേണം. എന്നാലും അതിൻ്റെ മധുരം നല്ലോണം വേണ്ടുന്നവർക്ക് പറ്റും. അല്ലാത്തവർ 1 കിലോന് ഇട്ടോളുക. അതെങ്ങനെയാ വെച്ചാൽ അതിൻ്റെ പാകം പോലെ മധുരം നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ ഇട്ടോളൂ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഇതിപ്പം ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഈ വെല്ലം ഇട്ട് വെക്കുന്നുണ്ട്. വെല്ലം ഇത് തേങ്ങാപ്പാൽ പിഴിയണം. ഇതിൻ്റെ തമ്പാൽ പിഴിഞ്ഞിട്ടും എടുക്കട്ടെ, തമ്പാൽ ഇത് തമ്പാലാണ്. തമ്പാൽ പിഴിയട്ടെ ഇതിൻ്റെ അകത്ത് കേട്ടോ. ഇത് അതിൻ്റെ അകത്താണ് തമ്പാൽ പിഴിയേണ്ടത്. കണ്ടാ, കുറച്ചങ്ങോട്ട് വേക്കോട്ട് വെക്കാം. ഇതാണ് ഇതിൻ്റെ അകത്ത്, ഈ തേങ്ങേൻ്റെ അകത്ത് ഇത് തമ്പാൽ പിഴിയണം. ഇതിൻ്റെ അകത്ത് കുറച്ചിങ്ങനെ ഒരു വെള്ളം കൂടിയിട്ട് ആ തമ്പാൽ ആദ്യത്തേതും എടുക്കും, എന്നിട്ടാണ് നമ്മൾ മറ്റേത് പിഴിയാം. കണ്ടാ, ഇതേപോലെ പിഴിഞ്ഞിട്ട് എടുക്കുക. ആ തമ്പാൽ നമ്മൾ വേറെ എടുത്ത് വെക്കുക. തമ്പാൽ ഇത് ആയിട്ടാകുമ്പോൾ എല്ലാം പ്രഥമനായിട്ടാകുമ്പോൾ വയ്യ ഒഴിക്കൂല. അതാണ്. മറ്റേ വെള്ളമില്ല പാലാണ് ആദ്യം ഒഴിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ പിഴിഞ്ഞിട്ട് നല്ല കൊഴുത്ത പാലായിരിക്കും അത് അങ്ങനെ ഒഴിക്കുക. കണ്ടല്ലോ, ഇതേപോലെയാണ് തേങ്ങാപ്പാൽ ആദ്യം പിഴിഞ്ഞ് വെച്ചു. അതിപ്പം വെന്തു. എനിക്കിപ്പോൾ അതിൽ വെല്ലം ഇടാനായി. ഈ തേങ്ങാപ്പാലൂടെ പിഴിഞ്ഞ് വെച്ചിട്ട് വെള്ളം വെല്ലം ഇടാൻ നേരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കൂലേ ഇളക്കാഞ്ഞാൽ. അതാണ്. ഇത് നല്ല പാകത്തിന് വെന്തു. കുറച്ച് നേരത്തെ അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ടില്ല. കുക്കറിൽ ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വേവിച്ചിട്ടുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുക്കറിലാകുമ്പോൾ ചിലപ്പോൾ വെന്ത് പോയിന്ന് വരും, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. ഉണ്ടല്ലേ, ഉണ്ടോ. ഇത് ഞാൻ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെക്കട്ടെ. ഇത് കണ്ടില്ല, ഇത് എടുത്തിട്ട് ഇതിങ്ങനെ ഒഴിച്ചിട്ട് തമ്പാൽ ഇതെടുത്ത് വെക്കുക. അത്രയല്ലേ ഉള്ളൂ, കുറച്ചല്ലേ വെക്കുന്നില്ലോ, അന്നേരം അത്രേ കൊണ്ടുപോകും. വലിയൊരു തേങ്ങയാണ് എടുത്ത് ഞാൻ, ഒരു തേങ്ങേൻ്റെ പാല്. അന്നേരം ഒരു കിലോന് 4 തേങ്ങേൻ്റെ പാല്. അത് നിങ്ങൾക്ക് 6 ഉണ്ടെങ്കിൽ 6 ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എത്ര മേടിക്കും നിങ്ങൾക്ക് എടുത്താൽ അത്രയും ടേസ്റ്റാണ്. എത്ര പേരെ പാലിട്ട് അത് ഞാനിവിടെ വെക്കട്ടെ. അത് ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പം വേണം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് പിഴിയാം. കണ്ടില്ലേ, ഇനിയാണിപ്പം വെള്ളം ഒഴിച്ചിട്ട് പിഴിയേണ്ടത്. ഇത് രണ്ടാം പാലും ഇനി 1-ാം പാലും 2-ാം പാലും. ആദ്യത്തെ തമ്പാൽ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് 1-ാം പാലാണ്. ഇനിയിപ്പോൾ പിഴിയാൻ തോന്നുന്നത്. 1-ാം പാലിൻ്റെ ഞാൻ ഇവിടെ
ആ വെള്ളം എല്ലാം കൂടി ഇട്ടിട്ട് വേഗം പാകാവും കണ്ട. ഇത് ഞാൻ വെള്ളം തേച്ച് വിടുന്നില്ല, നോക്കിയിട്ടേ ഇടുന്നില്ല. മധുരം കൂടുതലായിപ്പോയാൽ കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറേ ഇട്ടു. ഇനി നോക്കിയിട്ടിടാം. ഇത്ര മതിയാവുന്ന തോന്നുന്നു. അത് 500 വെള്ളത്തിലധികം ഉണ്ട്. ഞാൻ ഇട്ടതാണ് 1 കിലോ കൊണ്ടുവന്നതിന് സുമാറാണ്. അതുകൊണ്ട് ഇനി മധുരം നോക്കിയിട്ടിടാന്ന് വിചാരിച്ചു. അതാണ്. ഇതേപോലെ വെള്ള വെള്ളായിരിക്കരുത്, ഒരു ചുവന്ന വെള്ളായിരിക്കണം പ്രഥമന്. എന്നാലും മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ തരാം, പിഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കും. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് പിന്നെ പൊടിച്ചു കൊണ്ടുവന്നു. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഈ തേങ്ങാപ്പാൽ വിൽക്കട്ടെ. തേങ്ങാപ്പാൽ ഇതാ ഇത്ര പേര് തേങ്ങാപ്പാൽ വീറ്റണ്ട കണ്ടില്ലേ. ഈ തേങ്ങാപ്പാൽ ഇതിലൊഴിക്കട്ടെ. ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനിയിപ്പം തമ്പാലാണ് ഒഴിക്കേണ്ടത്. കണ്ടല്ലോ, ഇതാ ഇതുപോലെ ഒഴിച്ചു. ഇനിയിപ്പം പിന്നെ മധുരം ഉണ്ടോയെന്ന് നോക്കണം. മധുരം ഇനിയിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം. അധികം മധുരമായാൽ നമുക്ക് വിഷമമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ മധുരമുണ്ട്, നല്ലപോലെ മധുരമുണ്ട്. കാണുന്നില്ലേ, കളറ് കാണുന്നില്ലേ, കണ്ടോ, നല്ല മധുരമുണ്ട്. വെള്ളം കറുപ്പ് കളറാകുമ്പോൾ അതിനാണ് പ്രഥമൻ്റെ ആ ഒരു ഇത് വരിക. ഇനിയിപ്പം ഇതിൻ്റെ അകത്തൊന്ന് വേണ്ട വെച്ചാൽ ഇനിയിപ്പം ഇത് വാങ്ങാനാകുമ്പോൾ ഈ തമ്പാൽ ഇടുണ്ടു. ഇനിയിപ്പോൾ ഇത് പൊടിച്ചിട്ട് വറുത്തിടാനാക്കണം. ഇത് നമുക്കിത് പതച്ച് കുറുകി വരാൻ പോകുന്നു കണ്ട. പതച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ, ഏലക്കായ് ചുക്ക് പൊടി, പിന്നെ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടെ. ഉപ്പ് ഇടണം കുറച്ച്, എന്നാലേ ആ വെല്ലത്തിൻ്റെ അല്ലെങ്കിൽ എന്തോ ഒരു ചോയ പോലെ ഇടണം. കുറച്ച് ഉപ്പ് ഇടണം. കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ടില്ലെങ്കിൽ ആ വെല്ലൂട്ടേൻ്റെ ടേസ്റ്റ് കിട്ടൂല, ടേസ്റ്റ് മാറിപ്പോവും. ഉണ്ടല്ലോ, ഇതേപോലെ വെച്ച് ഇതേപോലെ പിന്നെ ഉപ്പിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് അടുപ്പത്ത് വറവിന് വെക്കാം. പശു നെയ്യിട്ടിട്ട് കുറച്ച് ആ മുന്തിരി അണ്ടിപ്പരിപ്പെല്ലാം എടുത്തിട്ട് നമുക്കത് വറക്കണം. കണ്ടില്ലേ, ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് നമുക്കത് വറക്കാം. അതിന് ഏലക്കായും ചുക്കും ഇടണം. കണ്ടല്ലോ, ഇതാ ഇതേപോലെ ഈ പകുതിയും കൂടിയുണ്ട്. പകുതി എത്ര മേടിക്കും നിങ്ങൾക്ക് ഇടാം. സാധനങ്ങൾ എത്ര ഇടുന്നതിന് കുഴപ്പമില്ല. ഇതൊന്നും ബാക്കിയുള്ള ബെല്ലോ അതെല്ലാം ഒരു കണക്കിന് ഇടുണ്ടു. ഇപ്പം കണ്ടല്ലോ, ഇതാ പകുതി ഞാൻ ഇടുന്നുണ്ട്. പകുതി ഇനി മറ്റേത് വെക്കുമ്പോൾ കൂടി വേണ്ടേ. കണ്ട, പകുതി മറ്റേത് വെക്കുമ്പോൾ കൂടി ഇടണം. കണ്ട, ഇതേപോലെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും അങ്ങനെ തന്നെ കണ്ടല്ലോ. ഇതാണ് അണ്ടിപ്പരിപ്പ്. ഇത് കശുവണ്ടി പരിപ്പായില്ലേ. ഇതും കൂടി പൊട്ടിച്ചിട്ട് ഇടട്ടെ. ഇതിനകത്ത് പശു നെയ്യ് ഇടണം. ഇത് പൊട്ടിക്കണം. പൊട്ടിക്കാണ്ടിട്ടാൽ വലിയതല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ഇത് നമ്മൾ പായസമൊന്നും കൂടൂല, അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തുനിന്ന് ഈ നെയ്യാണ് ഇതിലെടുത്തിട്ടിടുന്നത്. കണ്ട, ഇത് കണ്ട. കുറച്ചേ വേണ്ടു. നെയ്യ് ഒരുപാട് ഇട്ടാൽ ചുവയ്ക്കും. ചുവച്ചാലും നമുക്ക് ഇഷ്ടപ്പെടുന്നോട്ടൊക്കെ ചുവയാൻ നല്ലതാണ്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ നെയ്യ്. കണ്ട, ഇതേപോലെ ഇതും കൂടി ഇട്ട് ഇതിനിപ്പം കണ്ടല്ലോ, ഇതേപോലെ ഇത് വറുത്തിട്ട് ഇങ്ങനെ പുള്ളി വരും. പുള്ളി വന്നിട്ടാകുമ്പോൾ നമ്മളത് വറുത്തിട്ട് അതിലിടുക. ഇതാണ് പ്രഥമൻ. ഇത്രയേ വേണ്ടു പ്രഥമന് പണി. പക്ഷെ കഷ്ടപ്പാടുണ്ട്, എല്ലാം കൂടി ആക്കി വരണ്ടേ. തേങ്ങാപ്പാൽ അത്രയും ഒഴിക്കുന്നുണ്ട് നല്ലത്. ഇനിയിപ്പോൾ 2 തേങ്ങേൻ്റെ പാൽ 200-ന് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പാലിൻ്റെ രുചിയുള്ളിടത്തോളം നല്ലതാണ്. ഇതിപ്പം വെച്ച് വാങ്ങി നമ്മളിപ്പോൾ ചൂടോടെ കുടിക്കുമ്പോൾ അല്ല അതിൻ്റെ ടേസ്റ്റ് വരിക. ഇത് ചുക്ക് ഏലക്കായ് അതാണ് ഇതിൻ്റെ പ്രധാന മെയിൻ സാധനം. അരി വരുമ്പോഴാണ് പ്രഥമൻ്റെ മണം വരിക. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നമ്മൾ ഇട്ടിട്ടെങ്കിൽ വെറും പായസം കുടിക്കും പോലെ ഉണ്ടാവും. പ്രഥമൻ്റെ മണം വരണമെന്നുണ്ടെങ്കിൽ ഏലക്കായ് പൊടിച്ചതും ചുക്കും കൂടി പൊടിച്ചിട്ട് ഇടണം. എന്നിട്ട് ഈ മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി വറുത്തിടുകയും ചെയ്താൽ അതിൻ്റെ അടിപൊളിയായതാ പാകം വരാൻ പോകുന്നു. കണ്ടല്ലോ, ഇല്ലേ, ഇതേപോലെ എന്താ
ഇതേപോലെ അത് വറുത്തിട്ടു. ഇനിയിപ്പം എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഏലക്കായി മുന്തിരി അണ്ടിപ്പരിപ്പ് ഇത് ഞാനിവിടെ പൊടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഏലക്കായി ചുക്കും ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടേ. അത് പ്ലാസ്റ്റിക് കറണ്ടില്ലാതുകൊണ്ട് പ്ലാസ്റ്റിക് സഞ്ചിയിൽ വെച്ചിട്ടാണ് പൊടിച്ചത്. ഞാൻ അല്ലെങ്കിൽ പറ്റിപ്പോവില്ല, അതുകൊണ്ട് നമുക്കൊന്നും പൊടിക്കാൻ കഴിയില്ല, അന്നേരം അത് പറ്റിപ്പോവും. ഇതിപ്പോൾ ഞാൻ ഇതും കൂടിയിലിട്ടു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി ഇത് നമ്മൾ പതച്ച് കഴിഞ്ഞ് വരുമ്പോൾ നല്ല പാകമായിട്ടുണ്ട്, നല്ല അടിപൊളി പാകമായിട്ടുണ്ട്. ഇതിന് നല്ല കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ ഉറക്കും കേട്ടോ. പാകം കേട്ടോ, കണ്ടില്ലേ? ഇതിപ്പം കുറച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉറക്കും കേട്ടോ, കണ്ടില്ലേ? ഇതേപോലെ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ഇത് വേണ്ട വെച്ചാൽ ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാല ഇതാണ് ഇതിൻ്റെ സത്ത്, അതിൻ്റെ ഉള്ളിലുള്ള സത്ത് തേച്ച് ഇത് ഞാൻ ഇതിലൊഴിക്കട്ടെ. കാണിച്ചു തരാം. കണ്ടാ കണ്ടാ അത് ഒഴിക്കുമ്പോഴേക്ക് നല്ല വെള്ളം വന്നു, തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രുചി വന്നു. ഇനിയിപ്പം ഇനി ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ അകം പിടിച്ചിട്ട് അതിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇതിലാക്കിയാലും മതി. കണ്ടാ കണ്ടില്ലേ? നല്ല അടിപൊളി പ്രഥമനായി. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ തണിഞ്ഞിട്ടാകുമ്പോൾ ചിരിക്ക് പറ്റും. അതങ്ങ് കുടിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എന്നറിയാമോ. ഇപ്പോഴത്തേനെക്കാട്ടിലും ടേസ്റ്റ് അന്നേരം ആ സമയത്താണ് നമ്മൾ ആയി കുടിക്കുമ്പോൾ, തണിഞ്ഞിട്ട് കുടിക്കുമ്പോൾ. തണിയണം, ഇത് ചൂടോടെ കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം ഞാൻ നോക്കട്ടെ, ഉപ്പെല്ലാം ഉണ്ടോ നോക്കട്ടെ പാകത്തിന്.